വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. പലയിടങ്ങളിലും വിജയമൊറപ്പിക്കാനെന്ന വണ്ണം വമ്പൻ പ്ലാനുകളാണ് നേതാക്കന്മാരൊരുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ 84-ലധികം സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. പാർട്ടിയുടെ ഭാരവാഹി യോഗത്തിന്റെ അവസാന 2 ദിവസങ്ങളിലെ ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാന ആലോചനകളുണ്ടായത്. 2019-ൽ പാർട്ടി നേടിയ 303 സീറ്റിൽ ചിലതൊക്കെ ഇത്തവണ നഷ്ടപ്പെട്ടേക്കാം. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടി സീറ്റ് നില 300-ന് മുകളിൽ തന്നെ നിലനിർത്താനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലാണ് പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളും പറഞ്ഞിരുന്നു. ഇതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജാദവ് വോട്ടുകളിലെ മുന്നേറ്റവും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ 84 സീറ്റുകളും ബി.ജെ.പിയുടെ ദുർബല വിഭാഗത്തിന്റെ ഭാഗമാണ്. അവിടെ ഇതുവരെയും ബി.ജെ.പി. വിജയം കണ്ടിട്ടില്ല. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലെ നിരവധി സീറ്റുകൾക്കൊപ്പം 160-ലധികം സീറ്റുകളാണ് ഈ പട്ടികയിലുള്ളതെന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടിയുടെ ഒരു പ്രധാന സംഘടനാ നേതാവ് പറഞ്ഞു. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ജനങ്ങൾക്ക് മോദിയോടുള്ള താൽപര്യം വർദ്ധിച്ചു വരുമ്പോൾ വോട്ടിംഗ് ദിവസം അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നതാണ് വലിയ ദൗത്യം. ബൂത്ത് കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു വോട്ടറെ ബൂത്തിലേക്ക് നയിക്കാനുള്ള തന്ത്രങ്ങൾ അവർ രൂപപ്പെടുത്തുന്നത് ഏത് രീതിയിലാണ് എന്നത് വളരെ പ്രധാനമാണ്. കൂടുതൽ ഫലപ്രദവും ശാസ്ത്രീയമായ സമീപനം ഇതിനായി ബി.ജെ.പി. സ്വീകരിക്കും. ജയിച്ചില്ലെങ്കിലും ഈ സീറ്റുകളിൽ ബി.ജെ.പിയുടെ സ്വാധീനം വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 55% വോട്ട് വിഹിതം ലക്ഷ്യമിട്ട് 350 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവും പാർട്ടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം യാദവ് വോട്ടുകളെ ലക്ഷ്യമിട്ടാണെന്നതാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. യു.പിയിലെ യാദവ് വോട്ടുകളാണ് പ്രധാനമായും ബി.ജെ.പി. ഉന്നമിടുന്നത്. പാർട്ടിയുടെ ക്ഷേമ നടപടികൾ പരസ്യപ്പെടുത്തുന്ന വീക്ഷിത് ഭാരത് ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ മോദി കി ഗ്യാരണ്ടി എന്ന പേരിൽ ബി.ജെ.പി. പുതിയ ക്യാമ്പയിനുമായി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലടക്കം മോദിക്ക് ആരാധകർ ഏറി വരുന്ന സാഹചര്യത്തിൽ ലോക്സഭാ ഇലക്ഷൻ എന്നത് ബി.ജെ.പിക്ക് വളരെ നിർണായകമാകും. ആരാധനയിലുമുപരി കേരളത്തിലെ അടക്കം ജനങ്ങൾ മോദി ഭരണത്തെ എത്രത്തോളം അനുകൂലിക്കുന്നു എന്നതിന്റെ കൂടി ഉത്തരമാകും ദക്ഷിണേന്ത്യയിലെ വോട്ടുകൾ.